നമസ്കാരം. റാഫ് ടോക്ക് പോഡ്കാസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം. നാളെയാണ് വേൾഡ് കപ്പിൻ്റെ ഫൈനൽ. ഇന്നിപ്പോൾ ലൂസേഴ്സ് ഫൈനലുണ്ട്. അതിനിപ്പോൾ വലിയൊരു പ്രാധാന്യമില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. മറിച്ച് വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ എല്ലാവരും പറയുന്നു മെസ്സി വേഴ്സസ് യമാൽ പോരാട്ടമാണ് നടക്കാൻ പോകുന്നതെന്ന്. പക്ഷെ അങ്ങനെയാണോ? അതല്ലാതെ ഈ കളിക്കിടയിൽ വളരെ ഡിസിസീവ് ആവുന്ന ചില മാച്ചപ്പുകളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ വേണ്ടി നമ്മോടൊപ്പം കളി നിരീക്ഷകൻ ഷിയാബ് സാർ ഉണ്ട്. വെൽക്കം ഷിയാബ് സാർ. ഇതൊരു മെസ്സി വേഴ്സസ് യമാൽ മത്സരം എന്ന രൂപത്തിൽ ഡെപ്പിക്ട് ചെയ്യുന്നതിൽ അർത്ഥമുണ്ടോ? അങ്ങനെയല്ല. ഒരു മെസ്സിയും യമാലും തമ്മിലല്ലല്ലോ വരുന്നത്. യമാൽ ഒരു റൈറ്റ് ഫ്ലാങ്കിൽ ഒരു റൈറ്റ് വിങ്ങറായിട്ട് കളിക്കണു. അവിടെ ഓപ്പോസിറ്റ് ആയിട്ട് മൂപ്പര് കൺഫ്രണ്ട് ചെയ്യുന്നത് വേറെ പ്ലെയറാണ്. അപ്പൊ തഗ്ലിയഫിക്ക ഒരു പക്ഷേ അങ്ങനെയുള്ള പ്ലേയേഴ്സ് ഒക്കെ ആവും. അപ്പൊ ഇതില് വരുന്നത് നമ്മൾ ആ ഒരു മാച്ച് സ്പെയിൻ വേഴ്സസ് അർജന്റീന എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അതിലെ ഐക്കോണിക് ആയിട്ടുള്ള പ്ലേയേഴ്സിന് സ്വാഭാവികമായിട്ട് ഉയർത്തിക്കാട്ടും എന്നുള്ള സ്വാഭാവികമാണ്. അങ്ങനെ പറയുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ തന്നെ ഒരുപാട് ഇൻട്രിഗ്യൂയിങ് ആയിട്ടുള്ള ഒരുപാട് മാച്ചപ്സുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ മെസ്സി ആരുമായിട്ടായിരിക്കും ഇതിൽ മാച്ചപ്പ് ചെയ്യാൻ പോകുന്നത്? ഇതിൽ സംഭവം സ്പെയിന് അർജന്റീനയുമായി ബന്ധപ്പെട്ട് രണ്ട് നാഷൻസിൻ്റെ അല്ലെങ്കിൽ ആ മാച്ചിൻ്റെ ഗതി നിർണ്ണയിക്കുന്നതെങ്കിൽ ടെമ്പോ നിർണ്ണയിക്കുന്നത് സംശയമില്ല. ഒന്ന് റോഡ്രി മെസ്സിയും തമ്മിൽ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ കളിയിൽ ഔട്ട്സ്റ്റാൻഡിങ് ആയിരുന്നു റോഡ്രി. സ്പെയിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും പ്രധാന കരുത്ത് എന്ന് പറഞ്ഞാൽ മിഡ്ഫീൽഡാണ്. അപ്പോൾ ആ ഒരു ക്വാളിറ്റി മിഡ്ഫീൽഡാണ് ടെക്നിക്കലി ഒക്കെ പറയുന്നത്. നമ്മൾ എന്താ പറയുക, ബോൾ റിറ്റെയിൻ ചെയ്തിട്ട് അത് അതേപോലെ തന്നെ പ്രസ്സിങ് ആണെന്നുണ്ടെങ്കിലും ബോൾ പോയി കഴിഞ്ഞാൽ ഉടനെ പ്രസ് ചെയ്തിട്ട് അത് റീഗെയിൻ ചെയ്യുന്നതും അതേപോലെ അതിനനുസരിച്ച് എന്താ പറയുക പാസിങ്, നമ്മളെന്താ പറയുക ഡിഫൻസ് സ്പ്ലിറ്റിംഗ് പാസിങ്ങുകൾ നമ്മൾ ഈ ടൂർണമെൻറ്റിൽ ഒരുപാട് കണ്ട് റോഡ്രിയുടെ ഭാഗത്തു നിന്നൊക്കെ തരത്തിൽ. അപ്പോൾ ആ രീതിയിൽ നമ്മളൊരു സ്പെയിനുമായി ബന്ധപ്പെട്ട കളിയുടെ ഒരു ടെമ്പോ മൊത്തത്തിൽ നിർണ്ണയിക്കുന്നതാണ് ശരിക്ക് റോഡ്രി എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മെസ്സിയെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു മെസ്സിയെ പൂട്ടുക എന്ന് പറയുന്നത് നമുക്ക് അത്രമാത്രം എളുപ്പമുള്ള സംഭവം ഒന്നല്ല. ഈ 39-ാം വയസ്സിൽ മെസ്സി കളിച്ചുകൊണ്ടിരുന്ന കളി നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും മെസ്സിക്ക് ഒരു വിടവ് സ്പേസ് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു എന്താ പറയുന്ന ആത്മഹത്യാപരമായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് റോഡ്രി ഒരിക്കലും മെസ്സിയെ നേരിട്ട് ഒരിക്കലും തടയുന്ന രീതിയല്ല ഉണ്ടാവുക. അതിലേക്ക് വരുന്ന ലൈൻസ് ആ ലൈനുകളെ കട്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ തന്നെ പോവുക എന്നുള്ളതാണ്. മെസ്സിക്ക് സ്പേസ് കൊടുക്കാതിരിക്കുക, അത് പെനാൽറ്റി ബോക്സിൽ മെസ്സിയെ കടത്താതിരിക്കുക എന്നുള്ളത് കൊണ്ട് മാത്രം കാര്യമില്ല. പെനാൽറ്റി ബോക്സിൻ്റെ മുമ്പിൽ വെച്ച് ഗോൾ കിട്ടിയാലും ആളൊന്നുകിൽ ഒരു കിടിലൻ കേളിംഗ് ഷോട്ട് അടിച്ച് ഗോളാക്കുക, അല്ലെങ്കിൽ മറ്റു താരങ്ങൾക്കത് മനോഹരമായിട്ട് ഉയർത്തിയൊക്കെ പാസൊക്കെ കൊടുത്ത് വലയിലേക്ക് എത്തിക്കുക. അതുകൊണ്ട് മെസ്സിയിലേക്ക് ബോൾ എത്താതിരിക്കുക, അത് കണ്ടെയ്ൻ ചെയ്യുക. അതുപോലെ തന്നെ മെസ്സിക്ക് സ്പേസ് കൊടുക്കാതിരിക്കുക. ഇതായിരിക്കും റോഡ്രി ചെയ്യാൻ പോകുന്നത്. ശരിക്കും മെസ്സി അവിടെ ആ ഒരു ബാറ്റിൽ മാച്ചപ്പ് എന്ന് പറയുന്നത് റോഡ്രി തന്നെയാണ്. റോഡ്രി വേഴ്സസ് മെസ്സി ഒരു മാച്ചപ്പിനാണ് സാധ്യത. പിന്നെ മെസ്സി അങ്ങോട്ട് മുന്നോട്ട് കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ ഡിഫൻസ് കുബാർസി അതുപോലെ ലാപ്പോർട്ട് എന്നുള്ളവരൊക്കെ വരാം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇനി ഇത് കൂടാതെ മറുഭാഗത്ത് നമ്മുടെ യമാലിന് എന്ത് പരീക്ഷണങ്ങളായിരിക്കും നേരിടേണ്ടി വരിക? അതായത് എന്താണ് അവിടെ ഒരു മാച്ചപ്പ് കാണുന്നത്? യമാല് നമ്മളിപ്പോൾ ഈ ടൂർണമെൻറ്റിൽ നമ്മൾ പ്രതീക്ഷ യമാലുമായി ബന്ധപ്പെട്ട ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. ആ എക്സ്പെക്റ്റേഷനിൽ വന്നിട്ടില്ല. തുടക്കത്തിൽ നമ്മൾ ഇഞ്ചുറി കൺസേൺസ് ഒക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഇതുവരെയുള്ള കളികളിൽ കഴിഞ്ഞ ഫ്രാൻസിനെയുള്ള കളിയിൽ യമാൽ നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. ഗോൾ അടിച്ചില്ല എന്ന് മാത്രമല്ല, ഗോൾ എന്ന് പറയുന്നത് ഓഫ്ലൈൻ പോയി എന്നുള്ളതാണ്. പക്ഷെ എന്നാലും യമാൽ നല്ല രീതിയിലുള്ള കളി കളിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ ടൂർണമെൻറ്റിൽ തന്നെ ശരിക്കും ലീഡിങ് ആയിട്ടുള്ള ഒരു ടേക്ക് ഓൺ സക്സസ്ഫുള്ളി നമ്മൾ രീതിയിൽ ഡ്രിബിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലീഡർ ആക്ച്വലി നമ്മൾ യമാലാണ്. 30, മെസ്സി പോലെ 22 ഉള്ളൂ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ. അപ്പോൾ അതേപോലെ അപ്പോൾ 1-on-1 സിറ്റുവേഷനിൽ നമ്മൾക്ക് ആക്ച്വലി എന്ന് പറയുക വളരെ ഡേഞ്ചർ ആയിട്ടുള്ള വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഡ്രിബിൾ ചെയ്യാൻ കഴിവുള്ള വളരെ ഹൈലി ക്രിയേറ്റീവ് ആയിട്ടുള്ള പ്ലെയറാണ് യമാൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ റൈറ്റ് വിങ്ങിൽ സ്വാഭാവികമായിട്ടും യമാലിനെ തടയാനുണ്ടാകുമെന്ന് തഗ്ലിയഫിക്കാണ്. പക്ഷെ തഗ്ലിയഫിക്ക ചെയ്യേണ്ട സംഭവം എന്ന് പറയുന്നത് അവിടെ എന്താ പറയുക 1-on-1 സിറ്റുവേഷനിൽ പോകാതിരിക്കുക എന്നുള്ളതാണ്. ആ രീതിയിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഡിഫൻസീവ് സപ്പോർട്ട് തീർച്ചയായിട്ടും വേണ്ടി വരും. അതൊരു പക്ഷേ ലിസാൻഡ്രോ മാർട്ടിനസോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും മിഡ്ഫീൽഡിൽ ആരെങ്കിലും സ്വാഭാവികമായിട്ടും ചെയ്യേണ്ടി വരും. അവരുടെ സപ്പോർട്ട് വേണ്ടി വരും എന്നുള്ളതാണ്. നിക്കോ ഗോൺസാലസിനെ ആ സൈഡിൽ ഇറക്കും എന്ന് പറഞ്ഞു കേൾക്കുന്നു. അങ്ങനെ വരുന്നുണ്ട്. ഇപ്പൊ നിക്കോ ഗോൺസാലസ് ഒന്നുകൂടി ക്രിയേറ്റീവായിട്ട് കളിക്കാനും അതേപോലെ തന്നെ ഇങ്ങനത്തെ രീതിയിൽ ഒന്നുകൂടി അഗ്രഷൻ ഡിഫൻസിൽ പറ്റുന്ന പ്ലെയറാണ്. അപ്പോൾ ആ രൂപത്തിലായിരിക്കും കാര്യങ്ങൾ. ഇനിയിപ്പം പരേഡസിനും വേണമെങ്കിൽ ഇദ്ദേഹത്തെ തടയാൻ വേണ്ടി യമാലിനെ തടയാൻ വേണ്ടി ഒരു സപ്പോർട്ട് വേണമെങ്കിൽ കൊടുക്കാന്നുള്ളൂ. പക്ഷെ ടാഗ്ലിയഫിക്കോ ഈ കയറി പോകുന്ന ഓവർലാപ്പ് ചെയ്ത് പോകുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം യമാലിന് കാര്യങ്ങൾ ഒന്നുകൂടി ഈസി ആകുമെന്നുള്ളതാണ് ചോദിച്ചത്. അത് വളരെ കോഷ്യസ് ആയിരിക്കും. ഇപ്പോൾ യമാലിൻ്റെ കളി രീതി എന്ന് വെച്ചാൽ അറിയുന്നവരാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനത്തെ ഒരു സ്പേസ് കൊടുക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഭയങ്കര ഒരു അപകടം ആത്മഹത്യരായിരിക്കും.
സ്വാഭാവികമായിട്ട് അതിനനുസരിച്ച് വളരെ കോഷ്യസ് ആയ രീതിയിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കാരണം യമാലിൻ്റെ വേഗത നമുക്കറിയാം. അപ്പോൾ യമാലിൻ്റെ ഇപ്പോൾ മെസ്സിയെ പോലെയുള്ള ഒരു ഗോൾ ഔട്ട്പുട്ടിലേക്ക് പോയിട്ടില്ല യമാലിൻ്റെ കളി, അത് നമുക്കറിയാം. പക്ഷേ യമാല് ഇതൊരു കളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗോളിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള പാസുകൾ അവിടെ കൊടുക്കാൻ പറ്റും, ത്രൂ ബോളുകൾ ഇതില്ല. അതേപോലെ നമ്മൾ ഇൻസൈഡിലേക്ക് കട്ട് ചെയ്യാനൊക്കെ യമാലിൻ്റെ സ്പേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഷൂട്ട് ചെയ്യാനുള്ള വളരെ കഴിവുള്ള പ്ലെയറാണ് യമാൽ എന്ന് പറയുന്നത്, ലെഫ്റ്റ് ഫുട്ട് കൊണ്ട്. അപ്പോൾ അതിലേക്കുള്ള ഒരു രീതിയിലേക്കൊന്നും പോകാത്ത രീതിയിൽ വളരെ കോഷ്യസ് ആയിട്ട് തന്നെ, അതേപോലെ തന്നെ ഓവർലാപ്പിങ്ങിന്റെ കാര്യത്തിലും തഗ്ലിയൊക്കെ നല്ല രീതിയിൽ കോഷ്യസ് ആവേണ്ടി വരും എന്നുള്ളതാണ്. അതാണ് അവിടെ ഉള്ളൊരു കാര്യം. യമാലിനെ തടയുക എന്നുള്ള ജോലി ടാഗ്ലിയാഫിക്കോക്കാണ്. പക്ഷെ അദ്ദേഹം ഒറ്റക്കായിരിക്കില്ല അത് ചെയ്യാൻ പോകുന്നത്, സപ്പോർട്ട് വേണ്ടി വരും. അതുപോലെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം, മറുഭാഗത്ത് ഗോൾ അടിക്കാൻ ഓയർസബാളാണുള്ളത്. ഓയർസബാൾ 5 ഗോൾ അടിച്ചിട്ടുണ്ട്. ഓയർസബാളിനെ എങ്ങനെയായിരിക്കും അർജന്റീൻ ഡിഫൻഡേഴ്സ് കൈകാര്യം ചെയ്യാൻ പോകുന്നത്? അവിടെ ഒരു മാച്ചപ്പ് ഉണ്ട്, അതായത് അർജന്റീൻ ഡിഫൻഡേഴ്സ് വേഴ്സസ് മൈക്കൽ ഓയർസബാൾ. എന്തുകൊണ്ട് അങ്ങനെ വരാനുള്ള കാരണം വെച്ചെങ്കിൽ ഓയർസബാൽ എന്നൊരു സ്റ്റാറ്റിക് അല്ല, അതാണ് ഒന്ന് മാർക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചെങ്കിൽ പൊസിഷൻ എങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ചിലപ്പോൾ ലെഫ്റ്റിലേക്ക് മാറിയിട്ട് അവിടെ നമ്മുടെ എന്താ പറയുക ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വിങ്ങറെ സഹായിക്കും. ചിലപ്പോൾ എന്ന് പറയും ഇതേപോലെ തന്നെ എന്താ പറയുക പോകുന്നതിനിടയ്ക്ക് മിഡ്ഫീൽഡേഴ്സ് കയറി പോകുന്നവർക്ക് പാസ് കൊടുക്കും ഗോൾ അടിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനത്തെ രീതിയിലൊക്കെ പോകാറുണ്ട്. അപ്പോൾ ഓയർസബാലിനെ പെട്ടെന്ന് നമ്മളൊരു സ്പെസിഫിക് ആയ രീതിയിൽ നമ്മൾ പൂട്ടുക എന്ന് പറയുന്നത് കുറച്ച് മാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പെനാൽറ്റി ഏരിയയിലും അതേപോലെ തന്നെ സ്പേസുകൾ കണ്ടെത്താൻ ഭയങ്കര വിരുദ്ധനാണ് ഓയർസബാൽ. ഫിനിഷിങ്ങിൽ വളരെ ക്ലിനിക്കായിട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ്. അപ്പോൾ ഓയർസബാലുമായി ബന്ധപ്പെട്ട് ഇപ്പം ഇങ്ങനെയുള്ള കുറച്ചൊരു പണി ഇവരുടെ ഭാഗത്തുനിന്ന് അർജന്റീന ഭാഗത്ത് ലിസാൻഡ്രോ മാർട്ടിനസും അതേപോലെ തന്നെ ക്രിസ്ത്യാനോ കുറച്ചൊന്ന് ഒരു ബുദ്ധിമുട്ട് വേണ്ടി വരും എന്നുള്ള വിജിലന്റ് ആവേണ്ടി വരും. ഈ വിങ്ങിലൂടെ ഒക്കെയാണ് വരുന്നെങ്കിൽ അവിടെ മോളിനൊക്കെ പ്രശ്നം ഉണ്ടാക്കാൻ കപ്പാസിറ്റി ഉള്ള ആളുകൾ. കഴിഞ്ഞാൽ ഗോർഡനൊക്കെ ഗോൾ അടിച്ച രീതി കാണുമ്പോഴാണ് ഒരു ചെറിയ ആശങ്ക. പിന്നെ എല്ലാ കളികളിൽ എന്ന് പറയുമ്പോൾ അർജന്റീൻ ഡിഫൻസ് ഗോൾ ഇപ്പം കൺസീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും തീർച്ചയായിട്ടും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാം. സോ ഇതൊരു വലിയ ഈ കളി തീരുമാനമാക്കുന്ന ഒരു മാച്ചപ്പാണ് മൈക്കൽ ഓയർസബാൾ വേഴ്സസ് അർജന്റീൻ ഡിഫൻസ് എന്നുള്ളത്. അങ്ങനെയാണ് ഇപ്പോൾ പറഞ്ഞല്ലോ, ഓയർസബാളിനെ മാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ഒരു സ്റ്റാറ്റിക് ആയിട്ട് ഒരു പ്രത്യേക പൊസിഷനിലുള്ള ആളല്ല. ഹുലിയൻ ആൽവാരസും അതുപോലെ തന്നെയല്ലേ, ഇതേ സമാനമായിട്ടുള്ള നമ്മളിപ്പോ എന്താ പറയാ സ്പെയിനിന്റെ അർജന്റീനയുടെ ഒരു ഓയർസബാലിന്റെ ഒരു കൗണ്ടർ നമ്മൾ പാർട്ട് എന്ന് പറയാം. അൽവാരസ് അതേപോലെ തന്നെ ഏകദേശം ഇതേപോലെ തന്നെ നമ്മൾ വിങ്ങുകളിലേക്ക് മാറി കളിക്കുക, അതേപോലെ തന്നെ മിഡ്ഫീൽഡിലേക്ക് വരാം, അതേപോലെ തന്നെ ഇങ്ങനെ സ്റ്റാറ്റിക് ആവാതെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്ന ഒരു പ്ലെയർ ആണ് അൽവാരസ്. അത് മാത്രമല്ല അൽവാരസിന് ഡേഞ്ചറസ് ആകുന്നത് ഒരു സ്പേസ് കിട്ടുകയാണെങ്കിൽ ഔട്ട്സൈഡ് ബോക്സിന് പുറത്തുനിന്നും അടിച്ചു കയറ്റാൻ പറ്റിയ പ്ലെയർ ആണ്. ഒരു ഗോൾ അടിച്ചിട്ടുള്ളൂ, പക്ഷെ സ്റ്റിൽ നമ്മൾ ബോക്സ് ഒരുപോലെ ബോക്സിനകത്തും പുറത്തുനിന്നും അപകടകാരിയാണ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആൽവാരസ് എന്ന് പറയുന്നത്. പക്ഷെ വേണ്ട രീതിയിലുള്ള ആ ഒരു ഫോമിലേക്ക് പ്രാവശ്യം എത്തിയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം എന്ന് വന്ന അർജന്റീന വളരെ ഡിസൈസീവ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആയിരുന്നു ആക്ച്വലി ആൽവാരസ്. ഇതിപ്പം ഡിഫൻഡർമാർക്ക് നമ്മുടെ ഐമർക്ക് ലാപ്പോർട്ടിനും കുബാർസിക്കും നല്ല ബുദ്ധിമുട്ട് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. കാരണം ആളെ അങ്ങനെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാൻ പറ്റൂല എന്നുള്ളൊരു വിഷയം എന്നുള്ളത്. രണ്ട് ടീമിന്റെയും സ്ട്രൈക്കർമാർ ഏതാണ്ട് ഒരേ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലേ, ഒരു പരിധി വരെ ഒരേ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളവരാണെന്നുള്ളതാണ് ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. മിഡ്ഫീൽഡിലേക്ക് വന്നാൽ ഒൽമോ, ലിയാൻഡ്രോ പെരേരസ് എങ്ങനെ ഉണ്ടാവും അവർ തമ്മിലുള്ളൊരു മാച്ചപ്പ്? കഴിഞ്ഞ റീസെൻ്റ്ലി ഈ മത്സരങ്ങൾ നോക്കുകയാണെങ്കിൽ ഓൾമോ സ്പെയിൻ്റെ ഒരു വളരെ ക്രിയേറ്റീവ് ഇൻഫ്ലുവൻസ് ആയിട്ട് വർത്തിച്ച ആളാണ്. കഴിഞ്ഞ കളിയിൽ നമുക്ക് പാസ് കൊടുത്ത് കണ്ടില്ലേ, വളരെ റിസ്കി ആയിട്ടുള്ള രീതിയിൽ പെട്രോ പോറോക്കുള്ള ഒരു പാസ് കൊടുത്തിട്ടുള്ളത് വളരെ രസകരമായ രൂപത്തിൽ വീഴാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അതൊരു മിഡ്ഫീൽഡിൽ ഉള്ള ഒരു ഡുവൽ ഇവർ തമ്മിലുള്ളത്. നമ്മളിപ്പോ പാരഡൈസ് ഒന്ന് വെച്ചെങ്കിൽ എന്താ പറയുക, ഒന്നുകൂടി ഡാനിയോൽമോ ഒന്നുകൂടി ക്രിയേറ്റീവായിട്ട് അതേപോലെ തന്നെ കളിക്കുന്ന പ്ലേ മേക്കർ എന്നുള്ള രൂപത്തിൽ നമ്മൾ കളിക്കുന്ന ആളാണ്. പക്ഷെ മറ്റേ ആൾ ഒന്നുകൂടി ലോങ് പാസിലൊക്കെ ലോങ് ബോളുകൾ കൊടുത്തിട്ട് ആ രീതിയിലൊക്കെ കളിക്കുന്ന ആളാണ്. ഡിഫൻസീവ് ആണ് കൂടുതൽ, പക്ഷെ അറ്റാക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. അപ്പൊ എന്തായാലും മിഡ്ഫീൽഡിൽ ഉണ്ടാകുന്ന ഒരു ഡ്യുവലായിരിക്കും ഇവർ തമ്മിൽ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും മിഡ്ഫീൽഡ് ഡ്യുവൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ് ഇതിലേത്. അപ്പോൾ മിഡ്ഫീൽഡിൽ മറ്റൊരു ഡ്യുവൽ കൂടി ഉണ്ട്, ഫാബിയൻ റൂയിസും എൻസോ ഫെർണാണ്ടസും. എന്ത് പറയുന്നത്, ഫെഡ്രി ആവില്ലല്ലോ ഫാബിയൻ റൂയിസ്. കാരണം കഴിഞ്ഞ കളിയിലെ സ്പെയിന് റോഡ്രിയോടൊപ്പം തന്നെ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള, അപ്പോൾ ചില മീഡിയ ഒക്കെ വെച്ചെങ്കിൽ 10 വരെ ഫാബിയൻ റൂയിസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ബോൾ റീറ്റെയിൻ ചെയ്യുന്നതിലും അതേപോലെ തന്നെ എന്താ പറയുക പ്രസ്സിങ് അതേപോലെ തന്നെ നമ്മൾ പാസുകൾ നിർണ്ണായക രീതിയിലൊക്കെ എന്താ പറയുക ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഫാബിയൻ റൂയിസ് കഴിഞ്ഞ കളിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ആ രണ്ട് പേരുടെ നമ്മൾ പറഞ്ഞില്ല ഒരു
ഇവിടെ റോഡ്രി, ഫാബിയൻ റൂയിസ്, ഈ 2 പേരുടെയും ആ മിഡ്ഫീൽഡ് ഉണ്ടാവുന്ന ഷീൽഡ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താ പറയുക, വളരെ ഡിഫൻസീവ് ഷീൽഡായിട്ട് നിൽക്കുന്ന 2 പേരും വളരെ നിർണായകമാണ്. ഫാബിയൻ റൂയിസിനെ സംബന്ധിച്ചിടത്തോളം ഇവർ തമ്മിൽ ഫാബിയൻ റൂയിസ്, എൻസോ ഫെർണാണ്ടസ് ഇപ്പോൾ 2 ഗോൾ അടിച്ചിട്ടുണ്ട് അർജന്റീനക്ക് വേണ്ടിയിട്ട്. 2 ഗോൾ, ആ 2 ഗോളും നല്ല സ്റ്റണ്ണിങ് ആയിട്ടുള്ള ഗോളുകളാണ്. ഓക്കെ, ഇതേപോലെ തന്നെ എൻസോ ഫെർണാണ്ടസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഡൈനാമിക് ആയിട്ട് നമ്മളിപ്പോൾ റീസെൻ്റ്ലി നോക്കൗട്ട് ലേറ്റസ്റ്റ് സ്റ്റേജിലേക്ക് വന്നപ്പോഴാണ് എൻസോ ഫെർണാണ്ടസ് സാന്നിധ്യം ശരിക്കും മനസ്സിലാവുന്നത് അപ്പോൾ ഗോളുകളിലൂടെയൊക്കെ. അപ്പോൾ നമ്മൾ സ്പേസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഷോട്ട് എടുക്കാൻ അനുവദിക്കുന്നുണ്ടെങ്കിൽ, സ്പേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ വളരെ ഡേഞ്ചറാണ്. ഒരേ സമയം ഡിഫെൻസീവായിട്ടുള്ള രീതിയിലുള്ള ഒരു സപ്പോർട്ട് ചെയ്യുന്ന പ്ലെയറാണ്. അതേപോലെ തന്നെ ഇതേപോലെ അറ്റാക്കിൽ ഇതേപോലെ തന്നെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അറ്റാക്ക് ചെയ്തിട്ട് ഗോൾ അടിക്കാൻ പറ്റുന്ന പ്ലെയറാണ് എൻസോ ഫെർണാണ്ടസ്. ഈ മിഡ്ഫീൽഡിലെ കാര്യം പറയുമ്പോഴേ ആളെണ്ണത്തിൽ കൂടുതൽ അർജന്റീനക്കാരാവും. കാരണം 4 മിഡ്ഫീൽഡേഴ്സിനെ അവർ ഇറക്കും. ഇപ്പോൾ ഇനിയിപ്പോൾ ഹുലിയാനോ സിമിയോണി ആണെങ്കിൽ സിമിയോണി, അല്ലെങ്കിൽ നിക്കോളാസ് ഗോൺസാലസ് എന്ന് പറയുന്നു, മക്കലിസ്റ്റർ, പരേഡസ്, എൻസോ ഫെർണാണ്ടസ്. മറുഭാഗത്ത് ഡാനി ഓൾമോ, റോഡ്രി, പെഡ്രി ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു, ഫാബിയൻ റൂയിസ്, 3 പേരാണുള്ളത്. അപ്പോൾ ഈ ആളെണ്ണത്തിൻ്റെ ആ ഒരു അഡ്വാൻറ്റേജ് കൊണ്ട് മിഡ്ഫീൽഡ് അർജന്റീന പിടിക്കും, അതല്ല ക്വാളിറ്റി കൊണ്ട് മിഡ്ഫീൽഡ് സ്പെയിന് പിടിക്കുമെന്നാണ് തോന്നുന്നത്. മിഡ്ഫീൽഡിൽ അവർക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു ആധിപത്യം, എല്ലാ കളികളിലും അവർ ആ ടെക്നിക്കലി ആ രീതിയിൽ പോകാൻ എന്താ പറയുക, അതങ്ങനെ സ്വാഭാവികമായിട്ട് കൊണ്ടുപോകുന്ന ഒരു ടീമാണ് സ്പെയിൻ. അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ അർജന്റീനയുടെ കളി നമ്മൾ വിലയിരുത്തുകയാണെന്നുണ്ടെങ്കിൽ അവർ മാച്ച് റീഡ് ചെയ്തിട്ട്, ഓരോ കളി റീഡ് ചെയ്ത് അതിനനുസരിച്ച് ഇങ്ങനെ മാറ്റുന്ന, ടാക്ടിക്കലി പറഞ്ഞ ഒന്നുകൂടി ഫ്ലെക്സിബിളായിട്ട് പോകുന്ന ഒരു ടീമാണ് അർജന്റീന. എന്നുവെച്ചാൽ മാറ്റങ്ങൾ വരുത്തിയിട്ട് അങ്ങനെ പോകുന്നവരാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ പൊസഷനെ അല്ലെങ്കിൽ മിഡ്ഫീൽഡ് കൺട്രോൾ ചെയ്യണം എന്നുള്ള വളരെ എന്താ പറയുക റിജിഡായിട്ടുള്ള ഒരു രീതിയിൽ എല്ലാവരും പോകുന്നത്. പക്ഷേ സ്പെയിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് മിഡ്ഫീൽഡ് ഒരു ശരാശരി അവരെ സമയത്തോളം അത് കൺട്രോൾ ചെയ്യണം എന്നുള്ള രീതിയിൽ തന്നെ ഒരു സ്വാഭാവികമായിട്ടുള്ള കളിയുടെ ഒരു പരിണാമം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് പോകും. അത് അർജന്റീന എങ്ങനെയാണ് അതിനെ കൺഫ്രണ്ട് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ്. അതായത് അത് വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഫിസിക്കൽ രൂപത്തിലേക്ക് പോവുക. ഉണ്ടല്ലോ അതായത് സ്പെയിനിന് സ്വാഭാവികമായിട്ടുള്ള ഒരു കളി രീതി എന്ന് പറഞ്ഞെങ്കിൽ മിഡ്ഫീൽഡ് പറഞ്ഞാൽ തന്നെ. അപ്പോൾ ഇത് ഒരുപക്ഷെ ക്വാളിറ്റി വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ടെക്നിക്കലി വളരെ അഡ്വാൻറ്റേജ് അവർക്കുണ്ട്. ഇനിയിപ്പോൾ 3 പേരാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ സപ്പോർട്ട് കൂടി നമുക്ക് മിഡ്ഫീൽഡ് അവരുടെ ആ ഒരു കളി നമുക്ക് കാണാൻ പറ്റും. ആള് കുറഞ്ഞു എന്നുള്ളത് കൊണ്ടല്ല. അപ്പോൾ അതാണ്. അപ്പോൾ അതിലേക്ക് പോകുമ്പോൾ നമ്മൾ അർജന്റീനിയൻ ഡിഫൻസ് അല്ലെങ്കിൽ മറുഭാഗത്ത് എങ്ങനെയാണ് അതിനെ നമ്മൾ എതിരിടുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും മിഡ്ഫീൽഡ് നല്ലൊരു ബാറ്റിൽ നടക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ഇനി മാച്ചപ്പുകളിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയിട്ടുള്ള ഹുലിയാനോ സിമിയോണി കളിക്കുന്നു വിചാരിക്കുകയാണെങ്കിൽ ഹുലിയാനോ സിമിയോണി വേഴ്സസ് കുക്കറയ. ഇനി അതും അല്ലെങ്കിൽ അവിടെ കടന്നിട്ട് നാഹുൽ മൊളീനയാണ് പിന്നെ നേരിടാനുള്ളത്. അവിടെ ഒരു അഡ്വാൻറ്റേജ്, ഇപ്പം കുക്കറയെ തടയാൻ നമ്മുടെ ഹുലിയാനോ സിമിയോണി ഇല്ല എന്ന് വെക്കുക. കാരണം അപ്പുറത്ത് ലാമിൻ യമാലിനെ തടയലാണ് പ്രധാനം. അതുകൊണ്ട് നിക്കോ ഗോൺസാലസിനെ ഇറക്കിയാൽ ഹുലിയാനോ സിമിയോണി ഇറങ്ങൂല. അങ്ങനെ വന്നാൽ ഈ മൊളീനയെ വളരെ ഈസിലി ഔട്ട് ക്ലാസ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ടോ നമ്മുടെ കുക്കറയ എന്നുള്ളൊരു ചോദ്യം അവിടെ വരുന്നുണ്ട്. ഓവർലാപ്പിംഗ് സിറ്റുവേഷനല്ലേ ഇപ്പോൾ മൊളീനയെ സമയത്ത് അർജന്റീനയുടെ ഇപ്പോൾ നിലവിലുള്ള ഏറ്റവും വീക്കസ്റ്റ് ലിങ്ക് അല്ലെങ്കിൽ പോയിന്റ് എന്ന് പറയാവുന്നത് മൊളീനയാണ്. മൊളീന ഒരുപക്ഷെ അർജന്റീനയ്ക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തത്. കഴിഞ്ഞ വേൾഡ് കപ്പിലും അതിലേക്ക് വരുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് അർജന്റീനയുമായി ബന്ധപ്പെട്ട് കോൺട്രിബ്യൂട്ട്. പക്ഷേ ഈ വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ നമുക്ക് മൊളീന വളരെ വീക്കാണെന്ന് പറയാതെ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ രീതിയിലേക്ക് ഉള്ള വരുന്ന സിറ്റുവേഷനുകളിൽ ചിലപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഇവർ ഒരുപക്ഷെ കുക്കറയ്യ ഒക്കെ എന്ന് പറയുന്ന ഒന്നുകൂടി എക്സൽ ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അത് ഒരു വിഷയമാണ് അവിടെ. മറുഭാഗത്തും അതുപോലെ പെഡ്രോ പോറോ നല്ല ഫോമിലാണ്. പെഡ്രോ പോറോയും യമാലും ചേർന്നിട്ട് ടാഗ്ലിയാഫിക്കോയുടെ വിങ് എങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യും എന്നുള്ളതും നമ്മൾ കണ്ടറിയേണ്ട ഒരു കാര്യമാണ് അല്ലേ. മൊത്തത്തിൽ ഭയങ്കര ക്വാളിറ്റി ബാറ്റിലാവും. ക്വാളിറ്റി ബാറ്റിൽ തന്നെ. കാരണം ലെഫ്റ്റ് വിങ് നമ്മൾ ടാഗ്ലിയാഫിക്കോ ഉണ്ട്, ഇപ്പോൾ നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരുന്ന പ്ലെയറാണ്. പക്ഷെ അവിടെ ഒരു ഭാഗത്ത് യമാലും അതേപോലെ റൈറ്റ് ബാക്കായിട്ട് അവിടെ പെഡ്രോ പോറോ ഉണ്ട്. ഇതുപോലെ അടിച്ചു കയറിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നുണ്ട് ടാഗ്ലിയാഫിക്കോക്ക് അവിടെ ഒരു ഡിഫൻസീവ് സപ്പോർട്ട് അതിനെക്കുറിച്ച് വളരെ കോഷ്യസ് ആയിരിക്കും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അത് ലിച്ചാൻഡ്രോ മാർട്ടിനസ് ആണെങ്കിലും പരേഡസ് ആണെങ്കിലും ഒക്കെ എപ്പോഴും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ, കാരണം യമാല് കൂടി അവിടെ ആ വിങ് ഉള്ളതുകൊണ്ട് ശ്രദ്ധിക്കും എന്നാണ് പ്രതീക്ഷ. അപ്പോൾ ഇതാണ് ഈ കളി. ഇതൊരു തറോർ പ്രിവ്യൂ അല്ല, നമ്മൾ നാളെ ചെയ്യും. ഇന്ന് ഈ കളിയുടെ ഉള്ളിലെ ചില കളികൾ, കളിക്കുള്ളിലെ കളികൾ, ഈ കളികളാണ് ഈ കളിയുടെ വിജയം തീരുമാനിക്കുന്നത്. എന്തായാലും കൂടുതൽ വിശകലനങ്ങളുമായിട്ട് നാളെ കാണാം.